എന്നോടൊപ്പം ആദ്യം ചേരുന്നത് ശ്രീ കുഞ്ഞാമതാണ്. ശ്രീ കുഞ്ഞാമത്, നമസ്കാരം സാറേ. ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല പൊതുവേദി എന്നൊരു പരാതി പലരും ഉന്നയിച്ചു. ശ്രീ കുഞ്ഞാമതിന് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നല്ലേ? നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നലെ പറഞ്ഞ് സൂചിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആഗോള വിഷയങ്ങൾ ഒരുപക്ഷെ ഈ നമുക്കെന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ ഇതും കൂടി ചിന്തിക്കേണ്ടിയിരിക്കും. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരല്ലേ അവിടെ ഉള്ളത്, അവരെ കാര്യങ്ങൾ അറിയണ്ടേ? നമ്മളെ വാർഡിലെയും നമ്മളെ സംസ്ഥാനത്തെയും നമ്മളെ നിയോജകമണ്ഡലത്തിലെയും നമ്മളെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിന്റെയും കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ. ലോകത്ത് വേദനിക്കുന്ന മനുഷ്യരുടെ എല്ലാം കഥ ഒന്നാണെന്നാണ് ശ്രീ കുഞ്ഞാമത്. എല്ലാവരെയും ദുഃഖത്തിന് മുമ്പിൽ പങ്കുചേരണം. ലോകത്തിലെ ജനങ്ങളെല്ലാം നമ്മൾ ഒരുപോലെ കുറഞ്ഞ കാലമായി ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണോ? ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് പ്രേക്ഷകൻ പറയാൻ എന്താ പറയാ, 5 പൊതിച്ചോറ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന. ഞാൻ പറഞ്ഞ ആടത്തെ ജനങ്ങൾ തന്നെ ആൾക്ക് ജാതിയില്ല മുതല മനുഷ്യന്മാർ ജീവിക്കുന്നവര വെനസ്വേലയിലുള്ളത്. അക്കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടി. അവിടെ മുസ്ലിം ഹിന്ദു എന്നുള്ള കണക്കിലല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യരെ സംബന്ധിച്ചുള്ള സംസാരം ഞാൻ സംസാരിച്ചു. അതിന് ഒരു പ്രേക്ഷകൻ ബജരംഗിന്റെ ആളാന്ന് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ 5 പൊതിച്ചോറ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന അവനെല്ലാം വേണ്ട ഒരു തീവ്രമായി തന്നെ വിളിക്കണം. പൊതുവിധി സംസാരിക്കുന്നത് അവൻ പാർലമെന്ററിയാ സംസാരിച്ച് വലിയ വേദനയുണ്ട്. നമ്മള് ലോക പോലീസ് ചമയായി ഇപ്പൊ അമേരിക്ക. ഇതിന് ചെറുത്ത് നിന്നിക്കുന്നെങ്കിൽ ചെറുകിട രാജ്യങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാനാകില്ല. അടുത്തത് ക്യൂബയാണ്. കൊച്ചു ക്യൂബൻ ആക്രമിക്കേണ്ട പരിപാടിയുണ്ട്. വെനസ്വേല, പോളണ്ട്, ഹംഗറി, റൊമാനിയ, ചെക്കോസ്ലോവാക്യ ഇവരെല്ലാം ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇതിനെതിരെ ലോകത്തിന്റെ എല്ലാ പക്ഷേ ഇത്തരം പല രാജ്യങ്ങളിൽ അവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചല്ല വരണം എന്ന ഒരു ആക്ഷേപത്തെ ശ്രീ കുഞ്ഞാമത് ഒരു പാർട്ടി മെമ്പർ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? അത് വേറൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല തീരുമാനിക്കുന്നത്. ആടുത്ത ജനങ്ങളും ആടുത്ത ഭരണാധികാരികളും ആടുത്ത പ്രതിപക്ഷവും ഭരണപക്ഷവും. ഇപ്പൊ വെനിസ്വേലയിൽ എടുത്താൽ പ്രതിപക്ഷ നേതാവിന് പുറത്തിറങ്ങാൻ പറ്റില്ല, ഒളിവിലാണ്. നോബൽ സമ്മാനം കിട്ടിയത് വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ല, മകളെ അയക്കേണ്ടി വന്നു. ഈ സാഹചര്യമാണ്. അപ്പൊ ജനങ്ങളുടെ പിന്തുണ ഇല്ലാതെ ഭരിക്കുമ്പോഴാണ് പുറത്തുള്ള ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. അതേസമയം ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാവില്ലേ? അതല്ല, ഹിതപരിശോധന കൂടെ ആർന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതല്ല ഇവിടെ വിഷയം. രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭരണാധികാരിയാളെ ഭാര്യനെ ഉറക്കാണ് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടാലും മനുഷ്യത്തിരഹിതമായ പരിപാടിയല്ലത്. അതാ ഞാൻ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത്. എന്തോ ആട്ടെ, മയക്കുമരുന്ന് കേസിലാണ്. ഈ ഘട്ടത്തിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് ശ്രീ കുഞ്ഞാമത്? മുതലാളിത്ത രാജ്യത്തിന്റെ ഒപ്പരായിരിക്കും നരേന്ദ്രമോദിക്കും നിലപാട് സ്വീകരിക്കാനാകില്ല. വേറൊരു ഗവൺമെന്റ് അവിടെ ശക്തിയുമായി പ്രതികരിക്കാൻ ഈ ഗവൺമെന്റിനെ കൊണ്ടൊന്നും നടക്കില്ല. അത് ശരി, ഓക്കെ. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവൻ എന്നോടൊപ്പം ചേരുന്നു, പാലക്കാട് നിന്നാണ്. ശ്രീ ശിവൻ. സാറേ, ഞാന് 2-3 വർഷമായിട്ട് സാറിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആണോ? ഞാനൊരു പ്രവാസിയാണ്. ശരി. പ്രവാസികൾ നമ്മുടെ പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. പലപ്പോഴും അവര് നമ്മളെ വിളിക്കുന്നവരാണ്. ഞാൻ 2007 മുതൽ പ്രവാസിയാണ്. അത് ശരി. അപ്പൊ എവിടെയായിരുന്നു? വിദേശത്ത് എവിടെയായിരുന്നു? ഞാൻ ഫസ്റ്റ് വന്നിട്ട് അബുദാബിയായിരുന്നു. അപ്പൊ ഇപ്പൊ നാട്ടിൽ മടങ്ങി വന്നു സ്വസ്ഥമായ ജീവിതം നയിക്കുകയാണ്. കഷ്ടപ്പാടിന്റെ വേദനയുടെ ഒക്കെ റീസെന്റ് നമ്മൾ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിലെ ആ ദിനങ്ങളൊക്കെ കഴിഞ്ഞു. 22 kV സബ്സ്റ്റേഷന്റെ വർക്കായിരുന്നു. ഓക്കെ. അപ്പൊ ഒരു അലർജി പ്രശ്നമായിട്ട് ഞാൻ വന്നതാണ് നാട്ടില്. അത് ശരി, അലർജി ഉണ്ടല്ലേ? ഈ സോറിയാസിന്റെ ഒരു പ്രശ്നമായിട്ട്. അത് ശരി. സാർ നോട്ട് ചെയ്തോളൂ. അപ്പൊ ഞാൻ പിണറായി വിജയനും നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ലോണിന് അപേക്ഷിച്ചു. ലിസ്റ്റിൽ വന്നു, ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലേ? ഒന്നും ലിസ്റ്റിൽ വന്നു, ഒന്നും കിട്ടിയില്ല. പിന്നെ ഭരണം ഒന്നും മാറിപ്പോയി. അങ്ങനെയൊക്കെ ആയി പോയിരിക്കും. അതൊക്കെ വിടും സാറേ, അതൊന്നും നമുക്ക് വിഷയമില്ല. പിന്നെ നമ്മുടെ ഇപ്പൊ വിഷയം അമേരിക്കയും പിന്നെ ഇറാനുമായിട്ടുള്ള വിഷയമില്ല സാറേ. അതെ. അപ്പൊ സാറിന്റെ സ്ഥിരം പ്രേക്ഷകരാണ് ഞാൻ. സാറ് അതില് മിസ് കോൾ നോക്കി അറിയാം. എന്റെ സെയിം ഈ ഒരൊറ്റ നമ്പറാണ്. അപ്പൊ അങ്ങക്ക് പലതവണ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലേ? കിട്ടിയില്ല സാറേ. ശിവൻ തെക്കുംപുറമാണ് എന്റെ പേര്. തെക്കുംപുറം. അപ്പൊ എവിടെയാ വീട്? കൽമണ്ഡപത്തിനടുത്തൊരു തെക്കുംപുറം ഉണ്ട്, അവിടെയാണോ? അല്ല സാറേ, കൽമണ്ഡപത്തിന് ഏകദേശം ഒരു 6-7 കിലോമീറ്റർ. അതെ, അതെവിടെയാണ് ആ സ്ഥലം? അടുത്ത് അറിയപ്പെടുന്ന സ്ഥലം എവിടെയാ? എലപ്പുള്ളി. എലപ്പുള്ളിയൊക്കെ എനിക്കറിയാം. ഞാൻ എലപ്പുള്ളി വഴിയൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. എലപ്പുള്ളി രാമശ്ശേരി ഇഡലിയൊക്കെ ഇട്ടുണ്ട് സാറേ. അതെ, വളരെ രാമശ്ശേരി ഇഡലിന്റെ ഒരു തൊട്ടടുത്താണ്, ഒരു 100 മീറ്റർ. അത് ശരി. അപ്പൊ ലോക പ്രശസ്തമായ ഒരു സ്ഥലമാണത് രാമശ്ശേരി ഇഡലി അല്ലേ? അതെ, ലോക പ്രശസ്തമാണ് സാറേ. പിന്നെ പണ്ട് കാലത്ത് നമ്മള് അമേരിക്ക, ജപ്പാൻ, ജർമ്മനി ഒക്കെ കൊണ്ടുപോകുമ്പോ ഒരു 10 ദിവസം നമുക്കിത് എടുത്തു വെക്കാൻ പറ്റും. അത് ശരി. ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു 3 ദിവസം എടുത്തു വെക്കാൻ പറ്റും. ഈ രാമശ്ശേരി ഇഡലി കൊണ്ടുപോകും. അതെ.
നമ്മുടെ നാടിന്റെ ഒരു വൈവിധ്യവും ഭക്ഷണ രുചിഭേദങ്ങളുടെ മികവും ഞാൻ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.